പാലക്കാട് CPM-ലെ ആഭ്യന്തര തർക്കങ്ങൾ മുതലെടുക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി PK ശശി എത്തിയത് ചടങ്ങിലെ സാന്നിധ്യത്തിനപ്പുറം വിദൂര ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ സന്ദേശമാണോ? PK ശശി CPM വിടുമോ എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവ ചർച്ചയാണ്. എന്തായാലും അതിലേക്ക് നയിച്ച സാഹചര്യം നമുക്കൊന്ന് കാണാം. അഴിമതി തെളിയിക്കുമ്പോൾ അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. പരിശുദ്ധനാണ്. മാലിന്യ കുമ്പാരത്തിൽ കഴുത്തോളം മുട്ടറ്റം മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവരാരുടെ കുപ്പായത്തിൽ കറുത്ത കുത്തിന്റെ അതൊന്ന് കഴുകിക്കളഞ്ഞ എന്ന് പറയുന്നത് മ്ലേച്ഛതരമാണ്. മ്ലേച്ഛതരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വേദി കാണുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും വെള്ള ഡ്രസ് ആയതുകൊണ്ടല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിക്കവാറും പ്യുവർ വൈറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. എനിക്കും വെള്ളയാണ് ഇഷ്ടം. ഷംസുദ്ദീനും ഏറെക്കുറെ വെള്ളയാണ്. ചെറിയൊരു വരയൊക്കെ ഇട്ടിട്ട് ചെറുപ്പല്ലേ. അത് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ള ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ PK ശശിയാണ്. അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാൾ കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പക്ഷം. അത് ഞാൻ ചോദിച്ചു, ഇത് ഖദറാണോ ചോദിച്ചു. നല്ല കോട്ടൺ ആണെന്ന് പറഞ്ഞു. ഖദറും കോട്ടനും ഏട്ടന്റെ അനിയനുമാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് PK ശശിയും ഒപ്പം അവിടെ VK ശ്രീകണ്ഠനും നടത്തിയ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. CPM-നുള്ള മറുപടിയായിരുന്നു PK ശശിയുടെ മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്നവർ ഷർട്ടിലൊരു ചെളിയുടെ തുള്ളിയുള്ള ആളെ അത് മായ്ച്ചു കളയട എന്ന് പറയുന്നത് CPM-നുള്ള മറുപടിയാകുമ്പോൾ VK ശ്രീകണ്ഠൻ പരോക്ഷമായി ക്ഷണിക്കുകയാണ് ഈ ഖദറാണ് ചേരുന്നത് PK ശശിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ താൻ എപ്പോഴും CPM-ൽ തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഈ വാർത്തകളെയൊക്കെ തള്ളുകയാണ് PK ശശി ചെയ്തിരിക്കുന്നത്. അതേസമയം ആർക്ക് വേണമെങ്കിലും കോൺഗ്രസിലേക്ക് വരാം. CPM-ന് വേണ്ടാത്തവരെയും CPM-നെ വേണ്ടാത്തവരെയും കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്ന് VK ശ്രീകണ്ഠനും ഒന്നുകൂടി നിലപാട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, നേരത്തെ മുതൽ തന്നെ ശശി കോൺഗ്രസിനോട് അടുക്കുന്നോ എന്ന സംശയങ്ങൾ പല ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ താൻ പോകുന്നില്ല എന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പ്രാദേശികമായി വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നപ്പോഴാണ് അതൊക്കെ മറികടന്നുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല അവിടെ തന്നെ എതിർക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ PK ശശിയെ സ്വീകരിച്ച് വലിയ രീതിയിൽ കൈയടിച്ച് അദ്ദേഹത്തിൻ്റെ തഗ് ഡയലോഗുകളൊക്കെ സ്വീകരിക്കുന്ന പ്രവർത്തകരെയും ഒക്കെ നമുക്ക് കാണാം. എന്താണ് ഈ ചടങ്ങും നേതാക്കളുടെ വാക്കുകളും നൽകുന്ന സന്ദേശം? രേണുക, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളൊരു രാഷ്ട്രീയ ചൂടുമാറ്റം കണ്ടു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു അത്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങളാണ് പാലക്കാടിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പാലക്കാട്ടെ രാഷ്ട്രീയത്തിലും സജീവ ചർച്ചയാകുന്നത്. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭ നടത്തിയ ഒരു ചടങ്ങാണ്. മുസ്ലിം ലീഗാണ് മണ്ണാർക്കാട് നഗരസഭ ഭരിക്കുന്നത്. ആ നഗരസഭയുടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ KTDC ചെയർമാനായ PK ശശിയായിരുന്നു മുഖ്യ അതിഥി. ഇത്തരത്തിൽ ഒരു ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിലേക്ക് KTDC ചെയർമാനെ ക്ഷണിക്കുന്നത് എന്തിന് എന്ന ചോദ്യം പ്രസക്തമായി അവശേഷിക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്തരം അഭ്യൂഹങ്ങളായി കലങ്ങിമറിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് PK ശശി പറഞ്ഞ വാചകങ്ങളും അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ പറഞ്ഞ വാചകങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ച. കേവലം അഭ്യൂഹത്തിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CPM-ന്റെ നേതൃത്വവുമായി ഏറെക്കാലമായി PK ശശി വലിയ അകൽച്ചയിലാണ്. പ്രത്യേകിച്ച് മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PK ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. അദ്ദേഹത്തെ നേതൃത്വത്തിൽ നിന്ന് താഴെത്തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ മണ്ണാർക്കാട് തന്നെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ എത്തി ഈ മറുപടി PK ശശി നൽകിയത് CPM അണികൾക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ CPM-ൽ അവിടെയുള്ള
PK ശശി വിരുദ്ധ ചേരിക്ക് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അഴിമതി വിഷയമാണ്. പ്രത്യേകിച്ച് ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന ചടങ്ങിലെത്തുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവണം സംസാരിക്കേണ്ടത്. പ്രത്യേകിച്ച് സംസ്ഥാനത്താകെ ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹം സംസാരിച്ചതൊന്നുമല്ല സിനിമാ ഡയലോഗുകളും അതോടൊപ്പം തന്നെ ശരി കാർത്തിക്, ഒന്ന് തുടരുക. ഇപ്പോൾ ഞാൻ